മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ +1 മക്കളാവുമ്പോൾ ഒത്തിരി മക്കൾക്ക് സംശയം ഉണ്ടാവും, മിസ് NCERT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, NCERT ആണല്ലോ നീറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ NCERT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും? ഒത്തിരി മക്കളുടെ ഒരു സംശയമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റിയാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു ഡാറ്റ നിങ്ങൾക്ക് മിസ് കാണിച്ചു തരാം. ഇത് 2024 നീറ്റ് എക്സാമിൽ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, ബോട്ടണിയിൽ, സുവോളജിയിൽ NCERTന്ന് മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നീറ്റ് 2024ൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ നമ്മുടെ പബ്ലിക് എക്സാമിൽ, ഓക്കെ, പബ്ലിക് എക്സാമിൻ്റെ ആ പോർഷൻസ് NCERT മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ 35 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. 35 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള 15 എന്ന് പറയുന്നത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സ്ട്രാ നീറ്റിനുള്ള കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഫിസിക്സിൽ NCERT മാത്രം പഠിച്ചാൽ കിട്ടുന്നതാണ്. അതായത് പബ്ലിക് എക്സാമിന് നല്ലപോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് ആണ്. റെഡി? ഈ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. ഇത് 2024 മാത്രം ഡേറ്റയാണ്. ആൻഡ് നിങ്ങൾ കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 34 ക്വസ്റ്റ്യൻസ്, ഒരു 60 to 70% റേഞ്ചിൽ നിങ്ങൾക്ക് NCERT മാത്രം പഠിച്ചാൽ മാർക്സ് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ മനസ്സിലാവുന്നത്. ബയോളജിയിൽ, ബോട്ടണിയിൽ നോക്കുകയാണെങ്കിൽ 33 ക്വസ്റ്റ്യൻസ് NCERT മാത്രം പഠിച്ചാൽ കിട്ടും. അതുപോലെ സുവോളജിയിൽ നോക്കുകയാണെങ്കിൽ മോർ നമ്പർ 39 ക്വസ്റ്റ്യൻസോളം കിട്ടും. അപ്പം ഈ ഒരു ഡാറ്റയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്ക് ഒരു 60 to 70% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് NCERT മാത്രം പഠിച്ചാൽ, അത് വെറുതെ പഠിച്ചാലല്ല, കോൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്രയാണ് 141 ക്വസ്റ്റ്യൻസ്, 180 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവുക. അതിൽ 141 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 564 മാർക്സ് നിങ്ങൾക്ക് NCERT ക്ലിയർ ആക്കി പഠിച്ചാൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ച് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ മനസ്സിലാവും. റെഡി? അപ്പോൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, അപ്പോൾ മിസ് പിന്നെ ഈ നീറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പോകുന്നത് എന്തിനാ? NCERT മാത്രം പഠിച്ചാൽ ഇത്രയും കിട്ടുമല്ലോ, ബാക്കി കുറച്ചല്ലേ, അത് നമുക്ക് എങ്ങനെയൊക്കെയല്ലേ ചെയ്തുകൂടെ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അവിടെ 2 കാര്യങ്ങൾക്കാണ് വ്യത്യാസം. ഒന്നാമത്, നമ്മൾ വെറുതെ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ മാർക്സ് എന്ന് പറഞ്ഞാൽ NCERT പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വാരിക്കോരി തരുമെന്നുള്ളതല്ല. അതായത് മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ. ഓക്കെ, അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് NCERT എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത ലോകമാണ്. ഓരോന്ന് വായിക്കുമ്പോഴും, അതും ടെക്സ്റ്റ് ബുക്ക് ഓരോ തവണ വായിക്കുമ്പോഴും അതിന് വേറെ വേറെ മീനിങ്സ് നമുക്ക് മനസ്സിലാക്കി തരും. കാരണം NCERTയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ആ കോൺസെപ്റ്റ് നമ്മൾ അത് മനസ്സിലാക്കി എടുക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത്രയും മാർക്സ് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ പലപ്പോഴും ഈ നീറ്റ് കോച്ചിങ്ങിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ +1 ബാച്ചിൽ നമുക്ക് പൃഥ്വി ബാച്ച് ഉണ്ടായിരുന്നു. ഇനി +2ലേക്ക് നിങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് യോധ ബാച്ച് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ യോധ ബാച്ചിൽ നമ്മൾ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? അതായത് ഓരോ കാര്യങ്ങളും, ഓരോ കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മനസ്സിലാക്കി കൊടുക്കും. അതിനുശേഷം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ NCERTയിലെ ലൈനിലൂടെയാണ്, അതേ സെയിം ലൈനൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ ലൈനും, ഒരു ഭാഗം പോലും മിസ്സാകാതെ ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ പഠിക്കണം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ പബ്ലിക് എക്സാമിനും അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മാറുന്നതുകൊണ്ട് തന്നെ പബ്ലിക് എക്സാമിന് ഇനി അങ്ങനെ പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് മാർക്സ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ഈ നീറ്റ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക, രണ്ടാമത്തത് NCERTയുടെ ഓരോ ലൈനും മനസ്സിലാക്കി പഠിക്കുക, മൂന്നാമത്തതാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞത് വെറുതെ എന്തെങ്കിലും പഠിച്ചാൽ, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് പഠിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നീറ്റ് എക്സാമിന് വരിക. നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ MCQ ആണ്. നിങ്ങൾക്കറിയാം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസിൽ 1 കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ അത് നമ്മൾ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ റീസെൻറ്റ് ഇയറിലായിട്ട് എസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് എടുക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നീറ്റ് കോച്ചിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുക. പിന്നെ നിങ്ങളിവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡാറ്റയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇത്രയും ഭാഗങ്ങൾ എന്താണ്, എക്സ്ട്രാ ആണ്. എക്സ്ട്രാ നോളജിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പോർഷനാണത്. എല്ലാറ്റിനും ഒരു എക്സ്ട്രാ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ പറയുന്ന രീതിയിൽ 524 മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലും കിട്ടില്ല.
ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് മിസ് ഉദ്ദേശിക്കുന്ന നല്ല നല്ല ഗവൺമെൻറ് കോളേജസ്, എയിംസ് പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ഈ 564 കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ 720 വാങ്ങിച്ച കുട്ടികളുണ്ട്. അവരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല മാർക്സ് തന്നെ വേണം. ആ നല്ല മാർക്സിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ നോളജ് കൂടെ വേണം. അത് നമ്മുടെ ബാച്ചിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ നീറ്റ് എക്സാമിനെ ഡിഫറെൻ്റ് ആക്കുന്ന മെയിൻ കാര്യമാണ് സ്പീഡ്. നമുക്ക് 180 ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റാണ് കിട്ടുക. ആ 1 മിനിറ്റിൽ ഇപ്പോൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നിങ്ങളുടെ +1ലെയും +2ലെയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുത്തിട്ട് വേണം നിങ്ങളത് ആൻസർ ചെയ്യാൻ. അപ്പോൾ അതിന് മാത്തമാറ്റിക്കൽ സ്പീഡും വേണം, പിന്നെ അതുപോലെ മെമ്മറിയും വേണം. അങ്ങനെ മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ അത് ക്ലിയർ ആയിട്ട്, ഇപ്പം മാത്തമാറ്റിക്സിലൊക്കെ ആണെങ്കിൽ, ഫിസിക്സിലൊക്കെ കണക്കൂട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് 1 മിനിറ്റിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പീഡും വേണം. അതാണ് മെയിനായിട്ട് ഈ നീറ്റ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് കരുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് അടിപൊളിയായിട്ട് നീറ്റിന് വേണ്ടി പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.